പാചകവാതകത്തിന് വലിയ ക്ഷാമം നേരിടുന്നു. ആ ഘട്ടത്തിലാണ് ബയോഗ്യാസ് പ്ലാന്റുകളുടെ ആവശ്യകത വീണ്ടും ചർച്ചയാകുന്നത്. പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതാണ് ഇത്തരം ബയോഗ്യാസ് പ്ലാന്റുകൾ. ഒന്ന്, ഇതിൽ നിന്ന് ഊർജ്ജ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയും. മറ്റൊന്ന്, മാലിന്യ സംസ്കരണമാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് സോജൻ ചേട്ടൻ. തൊടുപുഴ സ്വദേശിയാണ്. ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ ബയോഗ്യാസ് പ്ലാന്റിന് വേണ്ടി? തീർച്ചയായിട്ടും. നേരത്തെ പെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ മോശപ്പെട്ട് കിടന്നിരുന്ന പ്ലാന്റുകളും അതും കൂടെ ഒന്ന് പുനരുദ്ധീകരിക്കണം എന്നുള്ള രീതിയിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ആൾക്കാർ ഈ പ്രത്യേക സാഹചര്യത്തിൽ അന്വേഷണം നടത്തുകയും അത് കൂടുതലായിട്ട് പ്ലാൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ പാചകവാതകത്തിന് പകരമാകാൻ ബയോഗ്യാസ് പ്ലാന്റിന് കഴിയുമോ? 100% അങ്ങനെ ഞാൻ പറയുന്നില്ല. എന്തായാലും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഉള്ള LPGക്ക് ഒരു 50% മുതൽ 75% വരെയെങ്കിലും പകരക്കാരനാകാൻ ബയോഗ്യാസിന് സാധിക്കുന്നുണ്ട്. അതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചീഞ്ഞഴുകുന്ന എല്ലാ വസ്തുക്കളും ഇപ്പോഴത്തെ അതൊരു വലിയ തലവേദന പിടിച്ചൊരു കാര്യമാണ്. ജൈവമാലിന്യ സംസ്കരണത്തിന് ഏതൊക്കെ മാർഗങ്ങളുണ്ടെങ്കിലും കൊള്ളാം. ഏറ്റവും സുപ്രധാന ഏതിനേയും വെല്ലുന്ന സ്കീം തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പോർട്ടബിൾ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. ഈ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യാം. അതിനപ്പുറം സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളേക്കാൾ കൂടുതൽ ഊർജ്ജക്ഷമതയുണ്ടോ? ഒന്ന്, ഇതിന് സ്പേസ് കുറച്ച് മതിയാവും. ഇതിന് വേണ്ടിയിട്ട് ഒന്ന് മാന്തോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് വെക്കാവുന്നൊരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ താമസം മാറ്റി പോവുകയാണെങ്കിൽ ഇതിനകത്ത് വേസ്റ്റ് കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇത് ഓപ്പൺ സ്പേസിലിരിക്കുമ്പോൾ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അടിക്കുന്നതുകൊണ്ട് ഇതിനുള്ളിലുള്ള ഊഷ്മാവ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ മറ്റുള്ളതിനെക്കാട്ടിലും ത്വരിതപ്പെടും. പക്ഷേ ഗ്യാസ് ഉൽപ്പാദനം ശേഷി അല്പം കൂടെ കൂടുതലായിരിക്കും ഈ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ്. ഒരു കാലത്ത് എല്ലാവരും ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ. പിന്നീട് ആവശ്യത്തിന് പാചകവാതകമൊക്കെ കിട്ടിത്തുടങ്ങിയതോടുകൂടി ഇത്തരം സാധ്യതകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാതായി. പക്ഷേ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ വീണ്ടും നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു മാർഗം തന്നെയാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ. ഇപ്പോഴാണെങ്കിൽ പുതിയ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ വിപണിയിൽ ധാരാളം ലഭ്യവുമാണ്. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.